പുറത്തൂർ പഞ്ചായത്തിലെ കിടപ്പ് രോഗികൾക്കും മറ്റും കൈത്താങ്ങായി പ്രവർത്തിച്ചു വരുന്ന സ്നേഹസ്പർശം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഒരുക്കി. മലപ്പുറം ജില്ലാ പാലിയേറ്റീവ് ട്രെയിനർ നാസർ കുറ്റൂർ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മുഫിസിൽ സ്വാഗതം പറഞ്ഞു. നെടിയോടത്ത് സുലൈമാൻ ഹാജി അധ്യക്ഷനായി. പുറത്തൂർ ജുമാ മസ്ജിദ് ഖത്തീബ് ഉമർ അൻവരി, മഹല്ല് കമ്മിറ്റി അധ്യക്ഷൻ MP അബ്ദുൽ കരീം ഹാജി, പഞ്ചായത്ത് മെമ്പർമാരായ നാലകത്ത് ഷമീന, MN ഉഷ, അനിതാദാസ്, ട്രെയിനറും പുറത്തൂർ ഗവൺമെൻറ് UP സ്കൂൾ അധ്യാപകനുമായ മുസ്തഫ, AP പ്രകാശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിവേചനങ്ങളൊന്നുമില്ല. മനുഷ്യനാണോ സഹായിച്ചിരിക്കണം. മനുഷ്യന്റെ വേദനയിൽ നാം ഒന്ന് പങ്കുചേരുക. അവിടെ മതം പ്രശ്നമല്ല. തആവനു അലൽ ബിർർ. വിശ്വാസികളോട് ജഗന്തിയന്താവായ റബ്ബ് പറഞ്ഞ ഒരു വാക്യമാണത്. നന്മയിൽ നിങ്ങൾ സഹകരിക്കുക. ഏറ്റവും വലിയൊരു നന്മ നിസ്കാരമല്ലല്ലോ, അല്ലെങ്കിൽ നോമ്പല്ലല്ലോ, ലക്ഷങ്ങൾ ചെലവഴിച്ചു കൊണ്ടുള്ള ഹജ്ജുമല്ല. മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഈ മദീനത്തെ പള്ളിയിൽ നിങ്ങൾ അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യുന്നതിനേക്കാൾ വലിയ മഹത്തരമാണ് പാവങ്ങളെ രോഗികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്ന് അരബക്കുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഹദീസിൽ കാണാം, ഇർഹമു മൻ ഫിസ് സമായി ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് അവരാരാകട്ടെ, ഏത് മതത്തിന്റെ അനുയായികളാകട്ടെ, ഏത് രാഷ്ട്രീയക്കാരാകട്ടെ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യണേ, എങ്കിൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോടും കരുണ ചെയ്യും. ഈ കരുണയാണ്, ഈ കാരുണ്യമാണ് ഈ സംരംഭത്തിലൂടെ ഇവിടെ നമ്മുടെ യുവാക്കളും കാരണവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റബ്ബ് തആല എല്ലാം കബൂൽ ചെയ്ത് വളരെ ഉന്നതിയിലേക്ക് ഇനിയും ഈ വിഷയത്തിൽ നമുക്ക് ഉയരാനുള്ള എല്ലാ തൗഫീഖുകളും എല്ലാ അവസരങ്ങളും അള്ളാഹു അനുകൂലമാക്കി തരട്ടെ എന്ന് മാത്രം ഉണർത്തി ഈ വിഷയത്തിൽ എൻ്റെ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. RM ഹെൽത്ത് കെയർ മേധാവി ഡോക്ടർ ശ്രീഹരി മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. മെഡിക്കൽ സംഘങ്ങളായി സജിന, പ്രവീണ, ലിജിത, നിഷിത, ഉമ്മു റാബിയ, നഫീദ് എന്നിവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, തിരൂർ. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.